ഹേ ആർമീസ്, നമ്മുടെ ടെയിൻ്റെ ഒരു ചെവിയിൽ 30% മാത്രമേ കേൾവിശക്തിയുള്ളൂ. മറ്റേ ചെവിയിൽ പൂർണ്ണമായി കേൾവിശക്തി ഉണ്ടെങ്കിലും കൺസേണിൻ്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് 1.5 കൊല്ലം നമ്മളോട് പറയാതിരുന്നെന്നുള്ളതാണ് മറ്റൊരു സത്യം. സത്യം പറഞ്ഞാൽ ടേ സീരിയസ് ആക്കി എടുത്തില്ലെന്ന് തന്നെ പറയേണ്ടി വരും. മിലിറ്ററി സർവീസിൻ്റെ ടൈമിൽ ഒരുപാട് പേര് ടേയോട് പറഞ്ഞു, ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടായിരിക്കും. കാര്യം പറഞ്ഞാൽ നമ്മുടെ മിലിറ്ററി സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കലോറീസ് ഒക്കെ ബേൺ ചെയ്യണമെന്നറിയോ. കാര്യം ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഫിസിക്കൽ കൂടുതൽ പവർ കൊടുത്താൽ മാത്രമേ മിലിറ്ററിയിലൊക്കെ സർവീസ് നല്ലോണം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെ ചിലർ പറഞ്ഞു ഇങ്ങനെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് കാണില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ വരുന്നതെന്നൊക്കെ ടേയോട് പറഞ്ഞു. ടേ അങ്ങനെ കരുതി. അതുകൊണ്ട് തന്നെ ആ കാര്യം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അത് ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ടേക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ 2022 ഒരു ഇൻസിഡൻ്റ് ആണ്. കാര്യം കൺസേണിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ഇലക്ട്രിക് ഷോക്കാണ് ടേയിൻ്റെ മറ്റേ ഇയറിങ്സിൽ വന്നുകൊണ്ടിരുന്നത്. അത് കാരണം പെട്ടെന്നൊരു ഷോക്ക് വന്നതോടുകൂടി രണ്ട് തവണയാണ് 2022 ടേക്ക് ഈ ഒരു ഇലക്ട്രിക് ഷോക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഇതിന് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഓരോ ഐഡൽസും ഭയങ്കര അവരുടെ ഹെൽത്തൊക്കെ നോക്കാതെ തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി അവർ കൺസേർട്ട് നടത്തുക, വേൾഡ് ടൂറൊക്കെ നടത്തി നമ്മളെ ഇത്ര ഹാപ്പി ആക്കി വെക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും അവരുടെ ഹാപ്പിനെസ് എന്നാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പല വീഡിയോസിൽ ഇങ്ങനെ ചെവി ഇങ്ങനെ കേൾക്കാൻ സാധിക്കാതെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ കൺസേർട്ടിൻ്റെ സൗണ്ട് കൂടുതലായതുകൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നതെന്നാണ്. ബട്ട് നെവർ. റീസൺ ഇതാന്ന് അറിഞ്ഞപ്പോൾ പല ക്യൂട്ടായിട്ടുള്ള വീഡിയോസ് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടില്ലേ ടേക്കുക്ക് ലൈവ് വന്നെന്ന്. ആ ലൈവിലാണ് ഇത് 2 പേരും ഓപ്പണായിട്ട് നമ്മളോടൊന്ന് സംസാരിച്ചത്. ജങ്കുക്ക് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ലാസ്റ്റ് ആ കൺസേണിൻ്റെ അവസാനം എനിക്കൊന്ന് ജമ്പ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സ്റ്റെപ്പ്, ഒരു എനർജറ്റിക് സ്റ്റെപ്പ് എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ലെന്ന് ജങ്കുക്ക് പറഞ്ഞു. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല കാൽവേദന എന്നാണ് ആൾ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ചെറിയൊരു വിഷമമായിടാ. കാര്യം നമ്മുടെ ഗോൾഡൻ മാഗ്നെ നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും കുക്കി എപ്പോഴും നല്ല എനർജറ്റിക് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കെങ്കിലും ദ സാഡ് റിയാലിറ്റി ഈസ് ദിസ്. കുക്കി റീസണായിട്ട് പറഞ്ഞത് ഡേ ബൈ ഡേ ആയിട്ട് കൺസേർട്ടും പിന്നെ വേൾഡ് ടൂറും ഇങ്ങനെ വരുന്ന കാരണം, പിന്നെ ഡയറ്റ്, എക്സസൈസ്, കൊറിയോഗ്രാഫി ഇതെല്ലാം ഇങ്ങനെ വരുന്ന കാരണം അവർക്ക് തീരെ സമയം കിട്ടുന്നില്ല ഒരു കാര്യം, അതായത് അവരുടെ ഹെൽത്ത് നോക്കാൻ. അവരുടെ മെയിനായിട്ടുള്ള കാര്യമാണ് ഹെൽത്ത് നോക്കാൻ പോലും മര്യാദയ്ക്ക് ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ ഓരോ ആർമീസിൻ്റെയും പുഞ്ചിരി കാണാൻ വേണ്ടി അവരിങ്ങനെ കൺസേർട്ടിൽ വന്നിട്ട് നമ്മളെ എത്രമാത്രം എൻജോയ്മെൻറ്റിലോട്ട് അവരെ ആഴ്ത്തിയിട്ട് അവർ ഇത്രയും പ്രശ്നത്തിലാണെന്ന് നമ്മൾ അറിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു ട്രൂ ആർമി എന്ന നിലയ്ക്ക് എനിക്ക് നല്ല വിഷമമുണ്ട്. ഏതായാലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നമ്മുടെ 7 ചെക്കന്മാരും എത്രയും പെട്ടെന്ന് നല്ല റിക്കവറായിട്ട് നല്ല അടിപൊളിയായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആർമീസ്. അപ്പോൾ ഓക്കെ, ബൈ.